ആൻസൺ പാസ്റ്റർ ചില വാക്കുകൾ സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, കൂടപ്പെട്ടിരിക്കുന്ന ദൈവജനം, പ്രത്യേകാൽ പ്രിയ ജോയിച്ചായൻ്റെ അമ്മാമ്മയും ഏറ്റവും അടുത്ത ബന്ധുക്കളും, ഏവരോടും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും പ്രത്യാശയും എൻ്റെ വ്യക്തിപരമായ പേരിലും കൂട്ടിയാണിൽ കുടുംബത്തിൻ്റെ പേരിലും കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ പേരിലും ആദ്യമേ അറിയിച്ചുകൊള്ളട്ടെ. സ്തോത്രം. മറ്റുള്ളവരെ പോലെ നാം പ്രത്യാശ ഇല്ലാത്തവർ ആയിരിക്കരുത്. അതിന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തെസലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഒന്നാമത്തെ ലേഖനത്തിൽ നമുക്കൊക്കെ വളരെ പരിചിതമായ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന 1-2 ചെറിയ കാര്യങ്ങൾ എല്ലാവരുടെയും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിദ്ര എന്ന പദം 3 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. മരണമല്ല, നിദ്ര. 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ നിദ്രിതർ ആയവരെ കുറിച്ച് അറിവില്ലാത്തവർ ആയിരിക്കരുത്. അതിന്റെ അർത്ഥം എന്താണ്? സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം ക്രിസ്തുവിൽ മരിച്ചവരെ കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ പദമാണ് നിദ്രിതർ, നിദ്ര ആയവർ എന്ന ആ പദം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ നിദ്രിതർ ആയവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. എന്താണ് ആ അറിവ്? ഹല്ലേലൂയ. നിദ്രിതർ ആയവർ യേശുക്രിസ്തു മുഖാന്തരം യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടും. ഇതാണ് നിദ്രിതർ ആയവരെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിന് ചിന്ത എന്താണ്? മരണത്തോടുകൂടി സകലതും മാറിപ്പോയി, സകലതും മാഞ്ഞുപോയി എന്നാണ് ലോകം വിശ്വസിക്കുന്നതും അറിയുന്നതും. എന്നാൽ ദൈവമക്കളായ നാം അറിയുന്നു, മരണത്തോടുകൂടി ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണെന്ന്. ഇന്ന് പ്രഭാതത്തില് നാം പ്രിയ പിതാവിന്റെ ഭൗതിക ശരീരം കുമ്പനാട്ടിൽ നിന്ന് താൻ വസിച്ചിരുന്ന ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അനേക ദേവദാസന്മാർ കടന്നു വന്ന് ശുശ്രൂഷിക്കുകയും ആ ശുശ്രൂഷയിൽ ഉടനീളം നമ്മൾ കേട്ട ഒരു പദമാണത്. ഈ മരണം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച ഒരു നിദ്രയാണ്. ആ നിദ്ര എന്തിനു വേണ്ടിയുള്ള നിദ്രയാണ്? ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള നിദ്രയാണ്. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് 3-ാമത് കാണുവാൻ സാധിക്കും, നിദ്ര കൊണ്ടവർ നമുക്ക് മുൻപേ ആയിരിക്കുമെന്ന്. എന്ന് വെച്ചാൽ നാം രൂപാന്തരപ്പെടുന്നത് നിദ്ര കൊണ്ടവർക്ക് മുമ്പേ ആയിരിക്കുകയില്ല, അവർ നമ്മേക്കാൾ മുന്നമേ എടുക്കപ്പെടുമെന്ന് വ്യക്തമായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഇനിയും ആരെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഈ നിദ്ര കൊണ്ടവരെന്ന് പറയുന്നത്? താഴേക്ക് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ. ഹല്ലേലൂയ. അപ്പോൾ നാം നിദ്രിതർ എന്ന ആ പദം കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ചത് യേശു ക്രിസ്തുവിൽ ജീവിച്ച് യേശു ക്രിസ്തുവിൽ മരിച്ച് നിദ്രിതരായ വിശുദ്ധരെ കുറിച്ചാണ്. അവർ ക്രിസ്തുവിന്റെ വരവെങ്കിൽ കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ദൂതന്മാരുടെ മഹാശബ്ദത്തിന് മുമ്പിൽ നാം ഒരുമിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ഇരിക്കുന്നവർ, ക്രിസ്തുവിൽ വസിക്കുന്നവർ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇതായിരിക്കട്ടെ നാം ഓരോരുത്തരുടെയും പ്രത്യാശ. ഇന്ന് പിതാവ് നമ്മുടെ ശാരീരികമായി നമ്മളിൽ നിന്ന് വേർപെടുമ്പോൾ നമുക്ക് ഈ പ്രത്യാശയാണുള്ളത്. നമുക്ക് മുൻപേ നമ്മുടെ പിതാവ് ഉയർത്തെഴുന്നേൽക്കും. പോരാ, നമുക്കും അതുപോലെ ആ പിതാവിനോടൊപ്പം കർത്താവ് വരുമ്പോൾ ഒന്നുകിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ അല്ലെങ്കിൽ രൂപാന്തരപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ച ദൈവദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരുന്നു കൊള്ളുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.